തിരുമനസിൻ്റെ സംസ്കാര ശുശ്രൂഷകളുടെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കാരണം ഞങ്ങളുടെ തിരുമേനിമാർ, എപ്പിസ്കോപ്പുമാർ, ഞങ്ങളുടെ ബിഷപ്പ്മാർ ട്രാവൽ ചെയ്യുന്നേ ഉള്ളൂ. 1-2 പേർ ഓൾറെഡി എത്തി. ബാക്കിയുള്ള സീനിയർ ബിഷപ്പ്സ്മാരെല്ലാം ഇന്ന് വൈകിട്ടൊരു 7:30 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവൈലബിൾ ആയിട്ടുള്ള തിരുമേനിമാരെ വെച്ചുകൊണ്ടുള്ള ഇമ്മീഡിയറ്റ് പരിശുദ്ധ സിനഡ് കൗൺസിൽ ചേരുന്നതായിരിക്കും. അതിനുശേഷമാണ് ഇതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും സംബന്ധിച്ചുള്ള തീരുമാനങ്ങളുണ്ടാവുക. എന്നിരുന്നാൽ തന്നെയും അഭിവന്ധ്യ തിരുമേനിമാരോടും സഭാ സെക്രട്ടറി അച്ഛനോടും സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ശുശ്രൂഷകളെല്ലാം ഇവിടെ തന്നെ നടത്തണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെയുള്ളൊരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങളിപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, തിരുമേനി ജനിച്ചതും വളർന്നതും എല്ലാം തിരുവല്ലയിലാണ്. ഇവിടുന്ന് കുറച്ച് മാറി നിരണമെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണല്ലോ തിരുമേനി ജനിച്ചുള്ളത്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ. അപ്പം തിരുമേനിയുടെ മനസ്സും ശരീരവും ചിന്തകളും എപ്പോഴും കേരളത്തിനോടും പ്രകൃതിയോടും സഹജീവികളോടും സ്നേഹത്തോടും ചേർന്നിരിക്കുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെ ആയിരിക്കണമെന്ന് ഞങ്ങൾക്കെല്ലാം നിർബന്ധമുണ്ട്. അപ്പം തിരുമേനിയുടെ ഓർമ്മകളാണ് ഞങ്ങളെ ഇനി മുന്നോട്ട് നയിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ തിരുമേനിയെ ഇവിടെ തന്നെ മറ്റ് ശുശ്രൂഷകളും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. സഭ ഇതുവരെ ആ ഒരു ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതുവരെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. ഞങ്ങളുടെ പിതാവിനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആ ഒരു വലിയ മരത്തിൻ്റെ തണലിലാണ് ഞങ്ങളെല്ലാം ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു വലിയ ഷോക്ക് ഇപ്പോഴും ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് ഞങ്ങളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം തിരുമേനി ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ചുപേരെ വിളിച്ച് കത്തീഡ്രൽ പള്ളിയുടെ സമയം കൊണ്ടുപോയി എന്നെ അടക്കേണ്ടത് ഇവിടെ ആയിരിക്കുമെന്നുള്ളതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തിരുമേനി ഇതെന്തോ മുന്നമേ കണ്ടതെന്ന് പോലെ ഞങ്ങൾക്ക് തോന്നുകയാണ്. അങ്ങനെ സാധാരണ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്രാവശ്യം ചെയ്തിട്ടാണ് തിരുമേനി ഈ 5 ദിവസം മുമ്പ് കടന്നുപോയത് അമേരിക്കയിലോട്ട്.